ലൈഫിൽ അങ്ങനെ തന്നെയാണ് ഇതുപോലത്തെ. ഇറ്റ്സ് ജസ്റ്റ് വേറൊരു ക്യാരക്ടറിന്റെ ഒരു സാറ എന്ന് പറഞ്ഞൊരു മസാജ് തെറപ്പിസ്റ്റ്. അവളുടെ ലൈഫിൽ ഇതുപോലെ ഒരു സൈഡ് ഉണ്ട്, ഇതുപോലെ ഒരു സൈഡ് ഉണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതുപോലത്തെ കഥ ഞാൻ ടാക്കിൾ ചെയ്തിട്ടില്ല ആസ് എൻ ആക്ടർ, ഇതുപോലത്തെ ക്യാരക്ടർ ഞാൻ ടാക്കിൾ ചെയ്തിട്ടില്ല ആസ് എൻ ആക്ടർ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് കുറേ ഒരു ട്രെപ്പിഡേഷൻ, ഒരു പേടി, ഒരു ഡൗട്ട് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ആലോചിച്ചിട്ടാണ്. പക്ഷേ ഷൈൻ ചേട്ടനാണ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇത് വിട്ടുകൊടുക്കാനൊരു മനസ്സില്ല. പക്ഷെ അത് റിസീവ് ചെയ്യാനും കുറച്ച് പേടിയുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ ഹീ മേക്സ് എവറി ആക്ടർ വെരി കംഫർട്ടബിൾ. ദർ ഇസ് നോ ഇതുപോലെ തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു വാൾസോ അങ്ങനത്തെ ഒന്നുമില്ല. ആക്ടറിനെ വിട്ടുകൊടുക്കും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് യു ജസ്റ്റ് ലെറ്റ് യു ബി. അപ്പോൾ ക്യാരക്ടർ ചില സീൻസിലൊക്കെ ക്യാരക്ടർ, ഒരു ഡയറക്ടർ, ഇത്രയും വലിയ ഡയറക്ടർ വന്നിട്ട് നമ്മളോട് ഓക്കെ ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാന്ന് ഒരുമിച്ച് ഇരുന്ന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സീനിനെ ഡെവലപ്പ് ചെയ്യുന്നത്.